പ്രിയപ്പെട്ടവരെ, ഇടുക്കിയിലെ കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കാൻ വിമതരായ ദമ്പതികളുമുണ്ട് മത്സരരംഗത്ത്. കട്ടപ്പന നഗരസഭയിലെ 31-ാം ഡിവിഷനിലാണ് മുൻ നഗരസഭാ അധ്യക്ഷയായ ബീന ജോബി വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഭർത്താവ് ജോബി സ്റ്റീഫൻ 33-ാം ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. ഭാര്യയും ഭർത്താവും കൂടി LDF നല്ലൊരു പണി കൊടുത്തു. കട്ടപ്പനയിലെ നേതാക്കൾ സീറ്റുകൾ ചർച്ച ചെയ്യാതെ വീതം വെച്ചുവെന്ന് ബീന ജോബി പറയുന്നു. കോൺഗ്രസിനുള്ള മുന്നറിയിപ്പാണ് തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം എന്നാണ് ഇരുവരും പറയുന്നത്. രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ദമ്പതികളായ സ്ഥാനാർത്ഥികളെ നമ്മൾ പലയിടങ്ങളിലും കണ്ടു. എന്നാൽ ദമ്പതികളായ വിമത സ്ഥാനാർത്ഥികളുണ്ട് കട്ടപ്പനയിൽ. കട്ടപ്പന നഗരസഭയിലാണ് അവർ മത്സരിക്കുന്നത്. നമ്മുടെ കൂടെ ദമ്പതികൾ ചേരുന്നുണ്ട്. ബീന ജോബിയും ഒപ്പം തന്നെ ഭർത്താവ് ജോബി സ്റ്റീഫനുമാണുള്ളത്. നമുക്ക് ആദ്യം ബീനയോട് തന്നെ ചോദിക്കാം. ബീന നിലവിൽ കട്ടപ്പന നഗരസഭയിലെ നഗരസഭ അധ്യക്ഷ കൂടി ആയിരുന്നു. നമുക്ക് എന്താണ് ഈ വിമതയായിട്ട് മത്സരിക്കാനുള്ള കാരണം എന്ന് ചോദിക്കാം. പാർട്ടി നമുക്ക് സീറ്റ് തരുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മളെ സംബന്ധിച്ച് ഞാൻ താമസിക്കുന്ന വാർഡ് ജനറൽ വാർഡാണ്. ഞാൻ ഇപ്പോൾ കൗൺസിലറായിട്ട് നിൽക്കുന്ന വാർഡ് ജനറൽ വാർഡാണ്. അതിന് തൊട്ടപ്പുറത്തെ വാർഡും ജനറൽ വാർഡ് തന്നെയാണ്. അപ്പോൾ ഇതിനേക്കാളൊക്കെ ഉപരി 31-ാം വാർഡായ എൻ്റെ വീടിൻ്റെ വാതിൽ തുറക്കുമ്പോഴേ കാണുന്ന ഈ വാർഡ് വനിതാ വാർഡാണ്. അപ്പോൾ ഈ 31-ാം വാർഡിൽ അവരുടെ വാർഡിൽ ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തപ്പം അവിടുത്തെ കൗൺസിലറും അവിടെയുള്ള വാർഡ് കമ്മിറ്റിയൊക്കെ തീരുമാനിച്ചിരുന്നു. അപ്പോൾ എന്നോട് തന്നെ അവർ വന്ന് ചോദിച്ചതിന് വെളിച്ചത്തിലാണ് ഞാൻ അവിടെ മത്സരിക്കാനായിട്ട് തയ്യാറായത്. അതുകൊണ്ട് നമുക്ക് പാർട്ടിക്കാർ നമ്മളെ പരിഗണിക്കും എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. നമുക്ക് പരിഗണിക്കാതിരിക്കുക മാത്രമല്ല, ഒരു കോൺഗ്രസിൻ്റെ ഒരു വാർഡ് അത് കേരള കോൺഗ്രസിന് കൊടുക്കുകയും കേരള കോൺഗ്രസിന് 10 വീട്ടുകാർ പോയിട്ട് 5 വീട്ടുകാർ പോലും ഇല്ലാത്തൊരു വാർഡാണ് ഈ 31-ാം വാർഡ്. ഞാൻ പഞ്ചായത്തിൽ മെമ്പറായിരുന്ന സമയത്ത് എൻ്റെ ആ വാർഡിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ആ 33-ാം വാർഡ്. അവിടെയും ഞാൻ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ച ഒരാളാണ്. ഞാൻ 33-ാം വാർഡിൽ എനിക്ക് ജനറൽ സീറ്റ് തന്നായിരുന്നു ഞാൻ 1-ാം തരമായിട്ട് ജയിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ ആൾക്കാർക്ക് വേണ്ടി നിലകൊണ്ട ഒരു കൗൺസിലർ തന്നെയാണ്. കുടുംബത്തിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലും ഭാര്യയ്ക്ക് ഒരു പിന്തുണ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ ജോബി സ്റ്റീഫൻ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്? ഭാര്യയ്ക്ക് പിന്തുണ എപ്പോഴും ഭർത്താവ് കൊടുക്കണമല്ലോ. അത് മത്സരരംഗത്താലും എവിടെയാണല്ലോ അങ്ങനെ വേണമല്ലോ. പാർട്ടിയുമായിട്ട് എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ പാർട്ടി എടുക്കുന്ന ചില നിലപാടുകൾ ശരിയല്ല. പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ എടുക്കുന്ന പല നിലപാടുകളും കീഴ്ഘടകങ്ങൾ പാലിക്കുന്നില്ല. അതാണ് ഈ പാർട്ടിക്ക് ഏറ്റവും വലിയ ദോഷം. വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. തീർച്ചയായും. കട്ടപ്പന നഗരസഭയിൽ കട്ടയ്ക്ക് നിൽക്കുകയാണ് വിമത സ്ഥാനാർത്ഥികൾ. വരും ദിവസങ്ങളിൽ കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന് കാലിടറുമോ അതോ ശക്തമായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നത് വോട്ടെടുപ്പിന്റെ ദിവസവും വോട്ടെണ്ണൽ ദിവസവും നമുക്ക് അറിയാൻ സാധിക്കും. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ ഇടുക്കി.